ഹലോ എവറി വൺ, വെൽക്കം ടു എജ്യൂപോഡ് +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്. ഇറ്റ്സ് മീ നാഫി. നിങ്ങളുടെ +2 ക്ലാസ്സുകൾ ആരംഭിച്ചിട്ട് ഏകദേശം ഒരു മാസമായി. ഇപ്പോഴും പല കുട്ടികളും +2 എന്ന് പറയുന്ന ആ ഒരു വലിയ സമുദ്രത്തിൻ്റെ ട്രാക്കിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു +2 എന്ന് പറഞ്ഞാൽ ശരിക്കും സമുദ്രത്തെക്കാൾ നല്ലൊരു ഓട്ട മത്സരമാണ്. അത് വലിയൊരു ഓട്ട മത്സരമാണ്, അല്ലെങ്കിൽ വലിയൊരു ഗെയിമാണ്. ആ ഗെയിമിലേക്ക് ഇപ്പോഴും നിങ്ങൾ എൻ്റർ ചെയ്തിട്ടില്ലെന്നാണ് സത്യാവസ്ഥ. ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരുപാട് വൈകിട്ടാണ് ഈ ഒരു ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഒരുപാട് വൈകിട്ടാണ് +2ന് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നതെങ്കിൽ, നിങ്ങൾ മിക്കവാറും തോറ്റു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോ സബ്ജക്റ്റിലും 1.5 ചാപ്റ്റർ വെച്ച് പഠിച്ചു തീർക്കേണ്ട സമയമാണ്. നിങ്ങൾ പലപ്പോഴും പല ആളുകളും ഇപ്പോഴും ടെക്സ്റ്റ് ബുക്കോ നോട്ട് ബുക്കോ ഒന്നും മറിച്ച് നോക്കിയിട്ട് പോയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. നിങ്ങൾ ആദ്യം 3 കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. 1, നിങ്ങളുടെ സ്കൂളിൽ ഓരോ സബ്ജക്റ്റിലും ഏതൊക്കെ ചാപ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞു. 2, ഈ എടുത്ത ചാപ്റ്റേഴ്സിൽ ഏതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. 3, നിങ്ങൾ ഈ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടായി തോന്നുന്ന സബ്ജക്റ്റ് ഏതാണ്. ഈ 3 കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ +2 എന്ന് പറയുന്നത് ശരിക്കും ഒരു ഗെയിമാണ്, ഒരു ഓട്ട മത്സരമാണ്. ഈ ഓട്ട മത്സരത്തിൽ നിങ്ങളെക്കാൾ മുമ്പേ ഓടി തുടങ്ങിയ ഒരുപാട് ആളുകളുണ്ട്. എജ്യൂപോഡ് സൂപ്പർ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്തിട്ട് ഏപ്രിൽ മുതലേ പഠിച്ചു തുടങ്ങിയിട്ടുള്ള ആളുകളുണ്ട്. ചില ആളുകൾ ജൂണിൽ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ പഠിച്ചു തുടങ്ങിയിട്ട് ആളുകളുണ്ട്. ചില ആളുകൾ ഇപ്പോഴും പഠിച്ചു തുടങ്ങിയിട്ടില്ല. അവരിപ്പോഴും എന്താണ്, സ്റ്റേഡിയത്തിൻ്റെ പവലിയനിൽ ഇരുന്നിട്ട് ഈ ബാക്കിയുള്ളവർ ഓടുന്നത് കണ്ടിട്ട് ഇങ്ങനെ കൈയടിച്ച് നടക്കുന്ന ആൾക്കാരാണ്. മക്കളെ, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയട്ടെ. +1 നല്ലടാ +2, +1 നല്ലടാ +2, +1 നല്ലടാ +2. +2 എന്ന് പറയുന്നത് വലിയൊരു കടലാണ്. +1 ചെറിയൊരു സമുദ്രം, +1 ചെറിയൊരു നദിയാണെങ്കിൽ +2 എന്ന് പറയുന്നത് വലിയൊരു കടലാണ്. +1ൻ്റെ 2 ഇരട്ടിയോളം നിങ്ങൾക്ക് +2ൽ പഠിക്കാനുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പവലിയനിൽ ഇരിക്കുന്ന കാഴ്ചക്കാരാവാതെ ഓട്ട മത്സരത്തിലേക്ക് ഇറങ്ങി ഓടിത്തുടങ്ങി, അല്ലെങ്കിൽ ആ ഗെയിം കളിച്ചു തുടങ്ങി എന്ന് വെച്ചാൽ നിങ്ങൾ +2 പഠിച്ചു തുടങ്ങി. ഞാൻ ആദ്യ ദിവസം തന്നെ നിങ്ങളോട് 5 മണിക്കൂർ 6 മണിക്കൂർ ഒന്നും പഠിക്കാൻ പറയുന്നില്ല. നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങൾക്ക് മനസ്സിനുള്ളിൽ പഠിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു വീക്ക്, ഈ ഒരു ആഴ്ച നിങ്ങൾ അരമണിക്കൂർ പഠിച്ചു തുടങ്ങി. അരമണിക്കൂർ നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റി വെക്കുക. ഈ ഒരു 1 വീക്ക് നിങ്ങൾ അരമണിക്കൂർ പഠിക്കാനായിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് വരും. ഇനിയും നിങ്ങൾ ഈ ഒരു വീക്ക് നിങ്ങൾ അരമണിക്കൂർ പഠിക്കുന്നു. അങ്ങനെ അരമണിക്കൂർ പഠിച്ച് നിങ്ങൾ പഠനം എന്നതിൻ്റെ ട്രാക്കിലേക്ക് എത്തിയതിന് ശേഷം അടുത്ത ആഴ്ച നിങ്ങൾ 1 മണിക്കൂർ പഠിക്കുന്നു. അതിൻ്റെ അടുത്ത ആഴ്ച നിങ്ങൾ 1.5 മണിക്കൂർ ആക്കുന്നു. അതിൻ്റെ അടുത്ത ആഴ്ച നിങ്ങൾ 2 മണിക്കൂർ ആക്കുന്നു. അതിൻ്റെ അടുത്ത ആഴ്ച നിങ്ങൾ 2.5 മണിക്കൂർ ആക്കുന്നു. പിന്നെ അത് 3 മണിക്കൂർ ആക്കുന്നു. ഈ രീതിയിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ, ഈ രീതിയിൽ നിങ്ങൾ പഠിക്കാനായിട്ട് നിങ്ങളെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തന്നെ വരും. ഇപ്പോഴും പല കുട്ടികളും പഠിച്ചു തുടങ്ങിയിട്ടില്ല. അവരിപ്പോഴും +2ൻ്റെ എന്തൊക്കെയോ ലോകത്താണ്. ഞാൻ പറയട്ടെ, ഇന്നും കേരളത്തിൽ ഹ്യൂമാനിറ്റീസിലും കൊമേഴ്സിലും പഠിക്കുന്ന കുട്ടികളിൽ 10-30% ആളുകൾ തോറ്റു പോകുന്നുണ്ട്. ഈ തോറ്റു പോകുന്ന കുട്ടികൾ എന്തുകൊണ്ട് തോറ്റു പോകുന്നത്? അവർ പഠിക്കേണ്ട സമയത്തൊന്നും പഠിക്കാതെ വേറെ എന്തെങ്കിലും പരിപാടികൾ ചെയ്യും. എന്നിട്ട് എക്സാമിന് തലേന്ന് യൂട്യൂബിലേക്ക് അങ്ങോട്ട് വരും. എന്നിട്ട് യൂട്യൂബ് ചാനൽ അങ്ങോട്ട് ലൈവ് കണ്ടിട്ട്, അയ്യോ സാറേ ഒന്നും പഠിച്ചിട്ടില്ല സാറേ, ഇത് പഠിച്ചാൽ ഫുൾ A+ കിട്ടുമോ സാറേ, ഇത് പഠിച്ചാൽ പാസ്സാവോ സാറേ എന്ന് ചോദിച്ചു വരും. ഞാൻ പറയട്ടെ, എക്സാമിൻ്റെ തലേന്നത്തെ ലൈവ് കണ്ട് പഠിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾ എവിടെയും പാസ്സാകുന്നില്ല. എക്സാമിന് തനത്തെ ലൈവ് കണ്ട് പഠിച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഫുൾ A+ കിട്ടില്ല. നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണോ? കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് വരും. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഒരു മത്സരത്തിൻ്റെ ഗാലറിയിൽ ഇരുന്ന് കൈയടിക്കേണ്ട ആളുകളാണോ, അല്ലെങ്കിൽ നിങ്ങളൊരു മത്സരത്തിലേക്ക് ഇറങ്ങി ഓടി ഒന്നാമതെത്തേണ്ട ആളാണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ഇനിയും നിങ്ങൾ ചിന്തിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ അതിൻ്റെ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണെന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് +2യുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നന്നായിട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് +2ൽ അടിപൊളി മാർക്ക് നേടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ nafi.ejupot എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. ബാക്കി ഞാൻ അവിടെ എന്ത് ചെയ്യാം, സെറ്റാക്കി തരാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.